സോ ഗൈസ്, നമ്മളെ നോമ്പ് തുറ അടിപൊളിയായി വിജയിച്ച്. അതേപോലെ നോമ്പ് തുറ ആയ പിന്നെ നമ്മൾ കുറേ പേരുടെ അടുത്ത് നമ്മളെ ഈ ഒരു നോമ്പ് തുറനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ പറഞ്ഞാൽ എങ്ങനെ നടന്ന്, അതേപോലെ നമ്മളെ അസിക്ക സൂം സ്റ്റുഡിയോ. അപ്പോൾ സോ ഗൈസ്, നമ്മളെ നെല്ലുതിക്കരയുള്ള ഒരു കാക്കയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെട്ടത്തേക്കാട് നോമ്പറനെ പറ്റി നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് കാക്ക നോമ്പറ പറഞ്ഞാൽ? നോമ്പറ നല്ല ഗ്രാൻഡ് നോമ്പറാണ്. അപ്പോൾ ഇവിടെ വളരെ ചെറിയ ഗ്രാമത്തിൽ ഇത്ര നല്ല അറേഞ്ച്മെന്റ് ആക്കിയിട്ട് എല്ലാവരും എല്ലാ മത്സരവും ഉൾക്കൊള്ളിച്ചിട്ട് നല്ല ഗ്രാൻഡ് സമൂഹ നോമ്പറാക്കി. വളരെ ഹാപ്പിയാണ്. സോ ഗൈസ്, നമുക്ക് പിച്ചിയും സിറാജിക്കനെ ചോദിക്കാം ഈ ഒരു നോമ്പറ പറ്റിയിട്ട്. മൂന്നാമത്തെ കൊല്ലത്തെ എങ്ങനെ നോമ്പറ? നമ്മളെ മൂന്നാമത്തെ കൊല്ലത്തെ നോമ്പ് വളരെ ഉഷാറായി ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. എല്ലാവർക്കും ഭക്ഷണവും പിന്നെ എല്ലാ നോമ്പറിന്റെ സെറ്റപ്പുകളെല്ലാം ചെയ്തത് വളരെ ഭംഗിയായി ഇവിടെ നിറവേറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാ ചെക്കന്മാരും സഹകരിച്ചിട്ടുണ്ട്. ഇനിയും അടുത്ത കൊല്ലം ഇതിനും ഉഷാറാക്കി കാക്കണം എന്നാണ് നമ്മളെ ആഗ്രഹമുള്ളത്. 4 തരം 5 തരം കടികൾ, 3 തരം ജ്യൂസുകൾ, ഒരു സൗഹാർദ്ദമാണ്. എല്ലാ സൗഹാർദ്ദത്തിന്റെ ഇതിലും അടുത്ത പ്രാവശ്യം ഇതിലും ഗ്രാൻഡായി നടത്തണം എന്നാണ് നമ്മളെ ആഗ്രഹം. നമ്മളെ ചെക്കന്മാർ റിവർ ബോയ്സ് എല്ലാവരും നല്ല സഹകരിച്ചിട്ടുണ്ട്. അതേമാതിരിക്ക് നമ്മളെ അയൽവാസികളാകട്ടെ ಎಲ್ಲರೂ നല്ല ಸಹಕರಿಸಿട്ടുണ്ട്. ಓಕೆ. ರಿವರ್ ಬಾಯ್ಸ್ ಈ ಒಂದು ಇಫ್ತಾರ್ ಸಂಗಮಕ್ಕೆ ನೆಲ್ಲುವುದಕ್ಕೇರಿ ಝೂಮ್ ಸ್ಟುಡಿಯೋ ಮಾಲೀಕರಾದಂಥ ಅಸೀಸ್ ಅವರು ಆಗಮಿಸಿದ್ದಾರೆ. ಅವರೊಂದು 2 ಮಾತುಗಳನ್ನು ಈ ಒಂದು ಇಫ್ತಾರ್ ಸಮಿಟ್ ಬಗ್ಗೆ ಮಾತಾಡಬೇಕಾಗಿ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೀವಿ. ಬಹಳ ಅದ್ದೂರಿಯಾದಂಥ ಒಂದು ಇಫ್ತಾರ್ ಕೂಟವನ್ನು ಇಲ್ಲಿ ಆಯೋಜನೆ ಮಾಡಿರುವಂಥದ್ದು. ಈ ಭಾಗದ ಒಂದು ಜನಗಳೇನಿದ್ದಾರೆ ಎಲ್ಲ ವಿಚಾರದಲ್ಲೂ ಇವರು ಒಳ್ಳೆಯ ರೀತಿಯ ಸ್ಪಂದನೆ ಕೊಡುವಂಥ ಒಂದು ಜನ ಈ ಪ್ರದೇಶದಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇರುವಂಥದ್ದು. ಬೆಟ್ಟದ ಕಾಡಿನ ಒಂದು ಪ್ರದೇಶದಲ್ಲಿ ರಿವರ್ ಬಾಯ್ಸ್ ಅಂತೇಳಿ ಒಂದು ಯುವಕರ ಪಡೆ ಇದೆ. ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಇದು 3ನೇ ವರ್ಷ ಈ ರೀತಿಯ ಇಫ್ತಾರ್ ಕೂಟವನ್ನು ಆಯೋಜನೆ ಮಾಡ್ತಾ ಇರುವಂಥದ್ದು. ಬಹಳ ಅದ್ದೂರಿಯಾದ ಒಂದು ಆಯೋಜನೆ. ಇದು ಕೇವಲ ಮುಸಲ್ಮಾನರಿಗೆ ಮಾತ್ರ ಸೀಮಿತವಾದಂತಹ ಒಂದು ಇಫ್ತಾರ್ ಕೂಟ ಅಲ್ಲ, ಈ ಗ್ರಾಮದ ಪ್ರತಿಯೊಬ್ಬರನ್ನ ಸೇರಿಸಿ ಮಾಡ್ತಾ ಇರುವಂತಹದ್ದು. ಬಹಳ ಸಂತೋಷ ತರ್ತಾ ಇರುವಂತಹದ್ದು. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ಒಂದು ಗ್ರಾಮ, ಇಡೀ ಗ್ರಾಮವೇ ಒಂದು ಸಂಭ್ರಮಕ್ಕೆ ಸಾಕ್ಷಿ ಆಗೋದು ಅಂತ ಹೇಳಿದ್ರೆ ನಾನು ಈ ಅಕ್ಕಪಕ್ಕದಲ್ಲಿ ಎಲ್ಲೂ ನೋಡಲಿಲ್ಲ. ಇದು ಬಹಳ ಸುಂದರವಾಗಿ ಹಾಗೂ ಅಚ್ಚುಕಟ್ಟಾಗಿ ಈ ಒಂದು ಆಯೋಜನೆ ಮಾಡಿರುವಂತಹದ್ದು. ಈ ರಿವರ್ ಬಾಯ್ಸ್ ಹಾಗೂ ಇಲ್ಲಿರುವ ಎಲ್ಲ ಸಾರ್ವಜನಿಕರಿಗೂ ಈ ನಾಡಿನ ಎಲ್ಲರಿಗೂ ನಾನು ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ಈ ಸೌಹಾರ್ದತೆ ಇನ್ನೂ ಮುಂದುವರಿತಾ ಇರಲಿ, ಪ್ರತಿ ವರ್ಷವೂ ಇದನ್ನ ಮಾಡ್ತಾ ಇರಲಿ. ಇದೊಂದು ഈ ഒരു നോമ്പറ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉള്ളത്? നല്ല അഭിപ്രായം. നമ്മുടെ നാടില് ഹിന്ദു മുസ്ലിമും ഭേദഭാവമില്ലാണ്ട് എല്ലാ പരിപാടികളും നമ്മൾ ഒന്നിച്ച് നാടപ്പേര് കഴിക്കുന്നതാണ്. നോമ്പുറ അതേമാതിരിക്ക് എല്ലാരും കൂടി അഭിമാനത്തോടായിട്ട് എല്ലാം കഴിച്ച് എല്ലാരും ഒന്നിച്ച് കൂടി ഭക്ഷണത്തിനും അങ്ങനെ ആയാലും ജാതിഭേദമില്ലാണ്ട് എല്ലാരും വന്ന് ഈ സമയത്ത് എല്ലാരും സഹകരിച്ച്. അപ്പോൾ സോ ഗൈസ്, നല്ല രീതിക്ക് നമ്മളെ നോമ്പറ കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ നമ്മളെ അഭിപ്രായങ്ങൾ നമ്മളെ ചെക്കന്മാരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ സെമിറ എങ്ങനെ കാര്യങ്ങള്? നമ്മൾ റിവർ ബോയ്സിന്റെ 3ാമത്തെ കൊല്ല ഇഫ്താർ സമിറ്റ് മതസൗഹാർദ്ദത്തിൽ വെക്കുന്ന ഒരു ഇഫ്താർ കൂട്ടാണ്. മതജാതി ഭേദമന്യേ എല്ലാവരും വരുന്ന ഒരു പരിപാടിയാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ക്യാമറയിൽ ഒന്ന് കാണിച്ചു. ഇതിപ്പോ നിങ്ങൾ കണ്ടുള്ള നോമ്പറ കഴിഞ്ഞിട്ട് പോണതാണ്. അവിടെ ചോറ് കൊടുത്തോണ്ട്. അപ്പൊ ഏകദേശം എത്ര ആള് വന്നിട്ടുണ്ടായി? ഏകദേശം ഒരു 500 ആളുടെ അടുത്തുണ്ടായി. 500 ആളുടെ. കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു മഴ അടിച്ചിട്ടുണ്ടായി. പരിപാടി സക്സസ് ആയി, പക്ഷെ നമ്മൾ വിചാരിച്ച ഒരു രീതിയിലായിട്ടില്ല. ഇപ്രാവശ്യം നല്ല രീതിയിൽ പരിപാടി ആയിരുന്നു. ഓക്കെ ഓക്കെ. അതേപോലെ ശ്രമിക്കാം, പറ. ഇതിലും ഉഷാറാക്കി വെക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവരും സഹകരണം ഇനിയും വേണം എന്നുള്ളത് പ്രത്യേകിച്ച് അറിയില്ല. ഓക്കെ ഓക്കെ. ഇതാണ് നമ്മളെ ചെക്കന്മാര്. അതെ, കുറെ പേര് പണിയെടുത്തോണ്ട് അവിടെ.
അപ്പോൾ സോ ഗൈസ് നമുക്ക് നമ്മളെ മമ്മീനെ കിട്ടി ഇനി കുറെ നേരമായി ഇവിടെ കഷ്ടപ്പെടാൻ തുടങ്ങി. അമ്മ എങ്ങനെയുണ്ട് പരിപാടി? പരിപാടിയെല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാ പരിപാടിയും നോമ്പെടുക്കും. എല്ലാവരും നോമ്പെടുത്ത് അവർക്ക് എല്ലാവർക്കും നല്ല പാമ്പില് വിളമ്പി കൊടുത്തു. നോമ്പെല്ലാം നല്ല അടിപൊളിയായി. ഓക്കെ സൂപ്പർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ സോ ഗൈസ് എഡിറ്റ് ആക്കാനാവുള്ളൂ.